സർ, ഇറാനിൽ പുതിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തു എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇത് ആരാണ് എന്നുള്ളത് അവർ പുറത്തു വിട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുജ്തബയെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്, അലി റേസ അറാഫിയെ തിരഞ്ഞെടുത്തു എന്നും പറയുന്നുണ്ടായിരുന്നു. ഇതിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഇനി എന്താണ് അവിടെ വരാൻ പോകുന്ന മാറ്റം? പ്രജിത, ഈ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലാണല്ലോ അവരുടെ സുപ്രീം ലീഡർ ഖമീനി വധിക്കപ്പെട്ടത്. അതിന് പകരം ഒരു നേതാവിനെ, ഒരു ആത്മീയ നേതാവെന്നാണ് അവർ പറയുന്നത്, ആത്മീയ നേതാവിനെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന വിദഗ്ധ സമിതി. പക്ഷേ ഈ നേതാവിന്റെ പേര് പുറത്തുവിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല. കാരണമുണ്ട്. പുതിയ ആയത്തുള്ളയെയും ഇനി ഇസ്രായേൽ വധിച്ചേക്കാം എന്നുള്ള ഭയമായിരിക്കാം അവർ പേര് രഹസ്യമാക്കി വെക്കുന്നതിനുള്ള കാരണം. നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പൊ 2 തവണ പറഞ്ഞിട്ടുണ്ട്, അതായത് പുതിയ ആയത്തുള്ളയെയും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന വിദഗ്ധ സമിതിയെയും തങ്ങൾ വധിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത്, പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായിട്ട് തന്നെ. അതുകൊണ്ട് ആ പേര് അവർ ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ പുറത്ത് വിട്ടിട്ടില്ല. ഈ ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദുരന്തമേറിയ ദിവസമായിരുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായ CNN മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ടെഹ്റാൻ നഗരം ഉണർന്ന് എഴുന്നേറ്റത് മഴ പെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. പക്ഷെ ആ മഴയിൽ മുഴുവനും കറുത്ത നിറത്തിലുള്ള വെള്ളമാണ് പതിച്ചത്, ഭൂമിയിൽ പതിച്ചത്. അതിന്റെ കാരണമുണ്ട്. ഇറാനിലെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാലകളിൽ ഒന്നിനെ ഇസ്രായേൽ തകർത്തു, ബോംബിങ്ങിൽ തകർത്തു. അത് അഗ്നിക്കിരയായി. ഇപ്പോൾ വാർത്ത കേൾക്കുന്നത് ടെഹ്റാൻ നഗരം കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ എണ്ണ സംഭരണശാല പൂർണ്ണമായും കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഇറാനിലെ ഒരു പ്രധാന ഡീസലനേഷൻ പ്ലാന്റ് ഉണ്ട്. ഡീസലനേഷൻ പ്ലാന്റ് അറിയാലോ, കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളം ആക്കുന്ന പ്ലാന്റ് ആണത്. അതിന് അമേരിക്കൻ സൈന്യം തകർത്തു. അതിന് ഇറാൻ അമേരിക്കൻ സൈന്യത്തെ ശക്തമായ ഭാഷയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാനാവില്ല. കാരണം ടെഹ്റാൻ നഗരത്തിലെ കുടിവെള്ള വിതരണം ഇതോടുകൂടി താറുമാറാവും. പിന്നെ വേറെ ഒന്നിന് പുറകെ ഒന്നായി ഇതോടുകൂടി ഇറാനെ കാലക്കേടുകൾ പിന്തുടരുന്നു. ഇറാന്റെ നില തന്നെ ആകെ കൂടി പരിങ്ങലിലാണ്. ഇത് അടച്ചു വെച്ചുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കില്ലേ സർ? കാരണം കുടിവെള്ളം ഇല്ലാതെയാവുക എന്നുള്ള ഒരു വിഷയം അത് ചിന്തിക്കാവുന്നതല്ല. ഇപ്പോൾ ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ എല്ലാവരും ഭയന്നിരുന്നതും ഇത്തരത്തിലുള്ള കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളെ ലക്ഷ്യം വെക്കുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ സൗദിയൊക്കെ ഒരുപാട് പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു, ആ ഒരു ഭയം കൊടുത്തതിനുള്ള മറുപടി കൂടിയായിട്ടായിരിക്കുമോ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? പ്രജിത, യുദ്ധത്തിൽ അവര് പിന്നെ കുടിവെള്ളമാണോ അതല്ലെങ്കിൽ എണ്ണ സംഭരണശാലയാണോ എന്നൊന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നൊന്നും നോക്കിയിട്ടല്ല ചെയ്യണേ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവരത് ചെയ്യുക തന്നെ ചെയ്യും. കാരണമുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, മുൻ ബുള്ളറ്റിനിലൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, ഇറാൻ എന്താ പറഞ്ഞുകൊണ്ട് നടന്നത്? ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും അമേരിക്ക വെറുതെ വിടൂല, അവര് മുതലാക്കൂല. ഇപ്പൊ ചൈന ഇന്നിപ്പോ അമേരിക്കയോട് അപേക്ഷിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം. കാരണം അടുത്ത മാസം ട്രംപ് ചൈനയിൽ ചെല്ലാനുള്ളതാണ്. ചൈനയിൽ ചെല്ലുക മാത്രമല്ല, അഗ്രിമെന്റുകളിലൊക്കെ ഒപ്പിടാനുള്ളതാണ്. അപ്പോൾ അത് സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിക്കണം. സമാധാന ചർച്ച ഒക്കെ സമാധാന ചർച്ച ഉടനെ തുടങ്ങിയാൽ മാത്രമേ എല്ലാം മര്യാദയ്ക്ക് അവസാനിക്കുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇസ്രായേലിൽ ഇപ്പൊ ഒരേ സമയത്ത് ഇറാനെയും അതേപോലെ ലെബനനിലുള്ള തീവ്രവാദികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടിടത്തും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഈ വീരസ്യം പറച്ചിൽ മാത്രമേ കാണുന്നുള്ളൂ. പകരം നമ്മൾ
ഇപ്പൊ ഞങ്ങൾ അവരെ ശരിയാക്കി, ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ മിസൈൽ ഉണ്ട്, ആ മിസൈലിൽ ഞങ്ങൾ ഒരെണ്ണം പോലും ഉപയോഗിച്ചിട്ടില്ല, ഇനി വരാൻ ഉപയോഗിക്കാനിരിക്കുന്നേ ഉള്ളൂ, അത്യന്താധുനിക മിസൈലാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, അത് ഞങ്ങൾ പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അമേരിക്കൻ സൈന്യം പറയണു ഇന്നത്തോടു കൂടി വീണ്ടും യുദ്ധം ശക്തി പ്രാപിക്കും, ഞങ്ങൾ മാക്സിമം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇറാന് തവിട് പൊടിയാക്കുമെന്നാണ് അമേരിക്കൻ സൈന്യം പറഞ്ഞിരിക്കുന്നത്. അതെ, ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നല്ലോ സർ, USS ബുഷ് പുറപ്പെട്ടിരിക്കുന്നു, അത് തേർഡ് ഫ്ലീറ്റ് ആണ്. കൂടാതെ ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കുന്നു എന്ന് പറയുന്നു. ഇതിനിടയിലാണ് ഇവരുടെ, അതായത് ഇറാന്റെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതും. പക്ഷെ അവർക്ക് അത് പുറത്തു പറയാനായിട്ടുള്ള ധൈര്യമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു രാജ്യത്തിന്റെ ഒരു ബലഹീനത മനസ്സിലാവുന്നുണ്ടല്ലോ സർ. അവര് വളരെ വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഇറാൻ. ഇനിയിപ്പോ അവർക്കൊന്നും പറയാനും പറ്റൂല, നാണം കിട്ടുപോയില്ലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്ന്. നമ്മൾ പറഞ്ഞിട്ടില്ലേ പണ്ട് ഹമസിന്റെ ഫൗണ്ടർ നേതാവിനെ ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു, മിസൈൽ ആക്രമണത്തിൽ കൊന്നു, സെലക്റ്റീവായിട്ട് കൊന്നു. അതിനുശേഷം ഒരാളെ പുതിയതായിട്ട് തെരഞ്ഞെടുത്ത് ഒരു വലിയ അനൗൺസ് ചെയ്തു, അദ്ദേഹം നമ്മളെ നയിക്കും, ഹമസിനെ നയിക്കും എന്ന് പറഞ്ഞാൽ അയാളെ 2 ആഴ്ച കൂടി 20 ദിവസത്തിൽ അയാളെയും കൊന്നു. അതോടുകൂടിയാണ് ഈ ഹമസ് പറഞ്ഞത് ഇനി മുതൽ ഞങ്ങളുടെ നേതാവിനെ പേര് പുറത്തു പറയൂലെന്ന്, കാരണം അയാളെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ടും കൂടി ലാസ്റ്റ് 2024 ഈ ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് ഈ ഹമസിന്റെ മേധാവിനെ ഇസ്രായേൽ സൈന്യം വധിച്ചു, മിസൈൽ അറ്റാക്ക് വഴി സെലക്റ്റീവായിട്ട്. അപ്പൊ അത്രയും റീച്ച് ഉണ്ട് ഇസ്രായേൽ സൈന്യത്തിനും അമേരിക്കൻ സൈന്യത്തിനും പറ്റും. അത് നിന്നും ഇറാനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തൽക്കാലം അവർക്ക് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക മാത്രമേ മാർഗമുള്ളൂ. തങ്ങളുടെ സ്പിരിച്വൽ ലീഡറിനെ സംരക്ഷിക്കണമെങ്കിൽ പേര് രഹസ്യമായിട്ട് വയ്ക്കണം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ധൈര്യമില്ല. ഈ ഹമാസിന് സംഭവിച്ചത് തങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ളത് ഈ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്പിരിച്വൽ ലീഡറിനും കൃത്യമായിട്ട് സംശയമുണ്ട്. അത് സ്പിരിച്വൽ ലീഡറിനും മാത്രമല്ല, അദ്ദേഹത്തെ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ സർ? അതെ 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 സ്വന്തം ജീവൻ ഈ പറച്ചിലൊക്കെ ഉള്ളൂ. എല്ലാവിടെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ സ്വന്തം ജീവിതം വെച്ച് പന്താടാനായിട്ട് ഏതായാലും ഇറാനിലെ ഒരായത്തുള്ളയോ അതല്ലെങ്കിൽ ഒരു മൗലവിയോ ഒരു മുസ്ലിം തയ്യാറാവില്ല. അതാണിപ്പോ നമ്മൾ ഇന്ന് ഇറാനിൽ നിന്ന് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അധികം വൈകാണ്ട് ഈ ഒരു യുദ്ധത്തിന് സമാപ്തി ഉണ്ടാകുമെന്ന് തന്നെ കരുതാല്ലേ സർ? യുദ്ധത്തിന്റെ ഇന്റൻസിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂല ഇറാൻ. ജനങ്ങള് തെരുവിലിറങ്ങും. ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക അവർക്ക് ഫുൾ സപ്പോർട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്.